ഇസ്രയേലും അമേരിക്കയും നിരുപാധികം ഇറാനിൽ ആക്രമണം നടത്തി മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന് തുടക്കം കുറിച്ചതിന് ശേഷം ഒരുപക്ഷേ ഇസ്രയേൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പരയായിരുന്നു ഇന്നലെ രാത്രി ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിലാണ് അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രയേലി മീഡിയകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ശക്തമായ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭൂതപൂർവമായ ആക്രമണത്തിനായിരുന്നു ഇസ്രയേൽ ഇന്നലെ രാത്രി ഇരയായത് എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. 200-ൽ പരം ആളുകൾക്കാണ് ഇസ്രയേലിൽ പരിക്ക് പറ്റിയത് എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം, നിരവധി മരണങ്ങൾ അതിലുണ്ട്. അവർ പറയുന്നത് 10-ൽ പരം ആളുകൾക്ക് വെരി സീരിയസ് ആണ് എന്നാണ്. അത്തരത്തിൽ ഇസ്രയേലി മാധ്യമങ്ങൾ അവിടുത്തെ സെൻസർഷിപ്പുകൾ മറികടന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും നൂറുകണക്കിന് ആളുകൾ തന്നെ ഈ രണ്ട് ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനൊക്കെ ആക്കം കൂട്ടുന്നത്, മരണം നടന്നിട്ടുണ്ടെന്ന് ആക്കം കൂട്ടുന്നത് ഇസ്രയേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെയും അവിടുത്തെ മറ്റു ചില മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളും അവരുടെ ചില കമൻറ്റുകളുമാണ്. ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹു പറഞ്ഞത് വെരി ഡിഫിക്കൽട്ട് ഈവനിങ് എന്നായിരുന്നു ഇന്നലത്തെ രാത്രിയെക്കുറിച്ച് പറഞ്ഞത്. വളരെ ദുഷ്കരമായ രാത്രിയാണ് ഇസ്രയേലിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു പോയത് എന്ന്, ഇക്കഴിഞ്ഞ രാത്രി എന്ന് ബെന്യാമിൻ നെതന്യാഹു പോലും വിശേഷിപ്പിക്കുമ്പോൾ വളരെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രയേലിലെ തെക്കൻ നഗരമായ അറാദിലും അതുപോലെ തന്നെ ഡിമോണയിലും നടന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അവിടുന്ന് പുറത്തു വരുന്ന വീഡിയോകൾ വളരെ ശക്തമായി ഈ അറാദിലേക്ക് പതിക്കുന്ന മിസൈലിൻ്റെ ദൃശ്യങ്ങൾ ട്വിറ്ററിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിലും ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവിടുത്തെ സാധാരണ ജനങ്ങളും അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്ലാന്റിൽ അവിടുത്തെ ഇസ്രയേലിൻ്റെ അവർ സമ്മതിക്കാത്ത, അവർ നിഷേധിക്കാത്ത, എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിനടുത്താണ് ഈ ആക്രമണം നടന്നതെന്നും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയും ഇന്നലെ ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആക്രമണത്തിന് കാരണമായ സംഭവം എന്ന് പറയുന്നത് ഇറാന്റെ നെതാൻസിലെ ആണവ നിലയത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പകരമായിരുന്നു ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ഈ ആക്രമണം നടത്തിയത്. ഒരു മിസൈൽ പതിച്ച സ്ഥലത്ത് തന്നെ നിരവധി കെട്ടിടങ്ങൾ ആ പ്രദേശത്ത് തന്നെ തകർന്നു പോവുകയും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനമുള്ള ഇസ്രയേലിൽ ഇത്തരത്തിൽ ഇറാന് ആക്രമിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ IDF പോലും അന്വേഷിച്ചു വരുന്നത്. IDF പ്രാഥമികമായി പറയുന്നതനുസരിച്ച് ഈ മിസൈലുകളെ അവർ കണ്ടെത്തുകയും ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ആന്റി മിസൈൽ അവർ വിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് ഈ മിസൈലിനെ ആക്രമിക്കുവാനോ മിസൈലിനെ തകർത്തു കളയാനോ കഴിഞ്ഞില്ല. അതാണ് അവർ വരും ദിവസങ്ങളിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിലൊന്നും വലിയ വാർത്തകളൊന്നും പുറത്തു വരാനില്ല. അവർ വലിയ വലിയ അവകാശവാദങ്ങളുമായി മാത്രമേ പുറത്തു വരൂ എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ വിശകലന വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഒരുപക്ഷെ ഇറാൻ സിജിൽ മിസൈൽ ഉപയോഗിച്ചേക്കാമെന്നും ഡാൻസിങ് മിസൈൽ എന്ന് പേരുള്ള ഈ മിസൈൽ ഇന്റർസെപ്ഷൻ മിസൈലുകൾ വരുന്ന സ്ഥിതിക്ക് അതിനെ തിരിച്ചറിയുകയും റൂട്ട് മാറ്റിവിട്ടുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഭൂമിയിലേക്ക് പതിക്കാൻ കഴിവുള്ള ഇത്തരം മിസൈലുകളായിരിക്കാം ഇറാൻ ഉപയോഗിച്ചത് എന്നാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇസ്രയേലി യുദ്ധം ആരംഭിച്ചത് മുതൽ കാണാത്ത രീതിയിലുള്ള അഭൂതപൂർവമായ ആക്രമണത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം ഇരയായത് എന്നുള്ളതാണ്. ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ 100 കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാർഹെഡുകളായിരുന്നു ഈ മിസൈലുകളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ സ്ഫോടനത്തിൻ്റെ ആഘാതം അത്രക്ക് വലിയതായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം 80ഓളം വരുന്ന ക്ലസ്റ്റർ ബോംബുകൾ പലയിടങ്ങളിലും ഇസ്രയേലിൽ പതിച്ചിരുന്നു. പക്ഷേ ഈ ഒരുപാട് 80ഉം 60ഉം പീസുകളായി മാറുന്ന ക്ലസ്റ്റർ ബോംബുകൾക്ക്
ചെറിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഇത്ര വലിയ ആഘാതം സൃഷ്ടിക്കുവാൻ ഒരുപക്ഷെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഒരു മിസൈൽ ഹിറ്റ് ചെയ്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ 100-200 മീറ്റർ ചുറ്റളവിലേക്ക് ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ തകർന്നടിഞ്ഞു പോയി എന്നുള്ളതാണ്. അതിലുള്ള മനുഷ്യരും അതിലുള്ള ബിൽഡിങ്ങുകളും മൊത്തത്തിൽ ആ പ്രദേശം തന്നെ തകർന്നു പോകുകയും ഒരു വലിയ ഭീകരാന്തരീക്ഷം ഇന്നലെ രാത്രി ഇസ്രയേലിൽ സൃഷ്ടിക്കുകയും അത് ആരോഗ്യ എമർജൻസി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഇസ്രയേലിലെ പല പരീക്ഷകൾക്കും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല. ഓൺലൈനായി പോലും പ്രവർത്തിക്കാത്ത സ്ഥിതിഗതികളിലേക്ക് ഇസ്രയേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇസ്രയേൽ പറയുന്നത് ഇതിനുള്ള പ്രത്യാക്രമണം എന്നോണം ടെഹ്റാനിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് IDF ആക്രമണം നടത്തുമെന്നും മറ്റുമൊക്കെയുള്ള ഭീഷണികളുമായി ഇസ്രയേലി മന്ത്രിമാരും IDFും പുറത്തു വരികയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പരിധിയുണ്ടെന്നും ഇസ്രയേലിൽ ഒരു ഇത്തരത്തിലുള്ള വളരെ ശക്തമായ ആക്രമണങ്ങൾ കാഴ്ചവെക്കുവാൻ ഇപ്പോഴും, അതായത് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും മിസൈൽ സിറ്റികളുമൊക്കെ നശിപ്പിച്ചു എന്ന് ഇസ്രയേലും അമേരിക്കയും തവണകളായി അവകാശപ്പെടുമ്പോഴും ഈ സമയവും ഇസ്രയേലിലേക്കും മേഖലയിലെ വിവിധ രാജ്യങ്ങളിലേക്കും കൃത്യവും ശക്തവുമായ ആക്രമണം നടത്താൻ ഇറാൻ ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. ഏതുതരം മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് എന്ന് കൃത്യമായി പറയാൻ ഒരു വിദഗ്ധർക്കും കഴിയുന്നില്ല എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. ഏതായാലും ഈ ഒരു ആക്രമണം ഇസ്രയേലിനെ കൃത്യമായി ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ആരോഗ്യ എമർജൻസി പ്രഖ്യാപിച്ച ഈ ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കുപറ്റി എന്നുള്ളതാണ് ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്തകളും നമ്മെ ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളും എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് US സെനറ്റർ ക്രിസ് മിർഫി പറയുന്നത് ട്രംപിന് ഈ യുദ്ധത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പരിഭ്രാന്തനായി തുടരുകയാണെന്നുമാണ് സെനറ്റർ ആരോപിച്ചിരിക്കുന്നത്. ഈ അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ സെനറ്റർമാരുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ എതിരഭിപ്രായങ്ങൾ ഈ യുദ്ധത്തിനുടനീളം വന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ അമേരിക്ക നടത്തിയ യുദ്ധം ഇസ്രയേലിന് വേണ്ടിയുള്ളതാണെന്നും ഇസ്രയേലിന് വേണ്ടി അമേരിക്കൻ ടാക്സ് മണി അമേരിക്ക ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമുള്ള വാദങ്ങൾ നിരന്തരമായി വരികയും ഈ യുദ്ധം ഏതെങ്കിലും രീതിയിൽ നിർത്തുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നെതന്യാഹു വലിച്ചിയച്ച് ഈ യുദ്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും അമേരിക്കയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുമ്പോൾ ഇറാൻ ഒരു രീതിയിലും ഞങ്ങൾ പിന്നോട്ട് പോകുകയില്ലെന്നും ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെയും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇല്ലാതാക്കിയവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തവണകളായ IRGCയും ഇറാൻ മേധാവികളും രംഗപ്രവേശനം നടത്തുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. അമേരിക്ക അതുപോലെ ഇസ്രയേൽ ഈ യുദ്ധത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് 20 ദിവസം പിന്നിട്ട് യുദ്ധം മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവിടെ ഒരു ഭരണമാറ്റമാണ് അമേരിക്കയും ഇസ്രയേലും ആദ്യം ലക്ഷ്യമിട്ടത്. അത് ഇതുവരെയും നടന്നില്ലെന്ന് മാത്രമല്ല, അവർ ഓരോരുത്തരെയും സാക്ഷാൽ അവരുടെ ആയത്തുള്ളയെ പോലും അവർ കൃത്യമായി പുനർനിർമ്മിച്ച് ആ ആയത്തുള്ള അലി ഖാംനെയ്ക്ക് പകരം മുജ്തബ അലി ഖാംനെയെ നിയമിച്ചുകൊണ്ട് ആ വിടവിനെ വളരെ ശക്തവും കൃത്യവുമായി നികത്തി എന്നുള്ളതാണ്. 87 വയസ്സുള്ള ഒരാൾ പോയപ്പോൾ 56 വയസ്സുള്ള കരുത്തനായ ഭരണാധികാരിയെ അവിടെ നിശ്ചയിച്ചുകൊണ്ട് അത് പുനർനിർമ്മിക്കപ്പെട്ടു എന്നല്ലാതെ ഒരു രീതിയിലും അവിടെ ഭരണമാറ്റം കൊണ്ടുവരുവാനോ മേഖലയിലേക്കുള്ള ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങളെ ഇല്ലാതാക്കുവാനോ മിസൈലുകളെ പൂർണ്ണമായി നശിപ്പിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിയില്ല എന്ന് വിശകലന വിദഗ്ധർ പറയുന്നത്. എന്നിരുന്നാലും വരും ഭാവിയിൽ ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ലോകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ യുദ്ധം എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.